ആത്മീയ തട്ടിപ്പുകൾ ഒരുപാടുണ്ട്, ഒരുപാട് ചൂഷണങ്ങളുണ്ട്. അന്ധവിശ്വാസം വിറ്റ് പൊതുജനങ്ങളെ പറ്റിച്ച് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് മർക്കസു സഖാഫത്ത് സുന്നിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ചികിത്സാ കേന്ദ്രങ്ങളും ദിക്ർ കേന്ദ്രങ്ങളും മക്ബറകളും ജാറങ്ങളും ഒക്കെ. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഒരു കൂട്ടം മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കുഴഞ്ഞു വീഴുന്ന നാവുമായിട്ട് പറയുകയാണ് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ എന്ന പേര് മുന്നിൽ വെച്ചിട്ട് ഡോക്ടർ ഹക്കീം അസ്ഹരി ആണ്. തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇദ്ദേഹത്തിന്റെ മകൻ അത് പറഞ്ഞ് നമ്മൾ അതിനെ വിമർശിച്ച് അതിന്റെ അപകടം സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കളി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം. എല്ലാം കൂടെ ഈ AP ഉസ്താദിന്റെ അരുമ ശിഷ്യ ഗണങ്ങൾക്ക് വല്ലാതെ ഹാലിളകി. നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളരും അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നീക്കറ എന്റെ അണ്ടറല്ല ആണല്ലേ? ഇത് ഇദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയ കറാമത്ത് ബിസിനസ് ഒന്നുമല്ല. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മുടി മുക്കിയും പൊടി കലക്കിയും ആളുകളെ വെള്ളം കൊടുത്ത് പറ്റിക്കുന്ന ഏർപ്പാട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന്. ആണല്ലേ? മർക്കസു സഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം ഒരു മാറ്റവും ഇല്ലല്ലോ. സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് മുടി എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെക്കുക. ഹനിയാ പാറ്റ വീണടാ. എവിടെ? നമ്മുടെ കഞ്ഞിയില്. അത് മൂടി വെക്കാത്ത. എന്നിട്ട് ആ മുടിയുടെ ബർക്കത്തെടുക്കാൻ വേണ്ടി വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ആ വിശ്വാസികൾ അതിലേക്ക് ആകൃഷ്ടരാക്കുകയും ചെയ്തിട്ട് ഈ മുടിയെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് അതിനു ചുറ്റും മറ്റൊരു വ്യവസായം, കുടിൽ വ്യവസായം തുടങ്ങാം. കുടിൽ വ്യവസായത്തിന്റെ ലോണും കൂടി അപേക്ഷിക്കാൻ വയ്യ. സംസം വെള്ളം എന്താ അവിടുന്ന് വേറെ പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് ഇതുപോലെ ചെമ്പിലിട്ട് കോരി കൊടുക്കാൻ? കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നു കൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. ഈ മുടിയിലേക്ക് അദ്ദേഹം വേറൊരു സാധനം കൂടിയും കലക്കുകയാണ് സുഹൃത്തുക്കളെ, കലക്കുകയാണ്. മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഈ മുടി മുക്കിയ വെള്ളത്തിൽ വേറെ ഒരു പൊടിയും കൂടി കലക്കുന്നുണ്ട്. ആ പൊടി എന്താണെന്നറിയോ? മുഹമ്മദ് നബിയുടെ കബറ് കിടക്കുന്നിടത്ത് ആ കബറിന് മുകളിൽ കാറ്റത്ത് പറന്നു വീഴുന്ന പൊടി. തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. നമ്മളിപ്പോ എത്ര വലിയ അടച്ചുറപ്പുള്ള മുറിയാണെങ്കിലും അതിനകത്ത് ചെറിയ രീതിയിലുള്ള പൊടിപടലങ്ങൾ രൂപപ്പെടുമല്ലോ. ആ പൊടി വടിച്ചെടുത്ത് ഇദ്ദേഹത്തിന് അവിടുന്ന് ആരോ സമ്മാനമായിട്ട് കൊടുത്തു പോലും. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഈ അന്ധവിശ്വാസത്തിന്റെ മറവിൽ ഇതുപോലെയുള്ള കാപട്യ കച്ചവടം നടത്തിയിട്ട് ഉപജീവനം നടത്തിയ ആള് അദ്ദേഹം അതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ, ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ അന്ധവിശ്വാസ ബിസിനസ്സിന് കസ്റ്റമർ ബേസ് ഉണ്ടാക്കുന്ന പണിയും അതിന്റെ പ്രചാരവേലക്ക് കുട്ടികളെ പടച്ചുണ്ടാക്കുന്ന പണിയുമാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നത്. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനം. കേരളത്തിലെ പ്രമുഖ സുന്നി ഗ്രൂപ്പായിട്ടുള്ള സമസ്തയുടെ പല പണ്ഡിതന്മാരും ഈ മുടി മുഹമ്മദ് നബിയുടെ മുടിയല്ല എന്നും അത് മുഹമ്മദ് നബിയുടെ മുടിയാണ് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഹാജി മൊയ്തീൻ എവിടുന്ന് കിട്ടി ഇത്രയും രൂപ? അപ്പൊ എന്താ, മുഹമ്മദ് നബിയുടെ മുടിയാണെങ്കിൽ കത്തിച്ചാ കത്തൂല, എന്നാ ഒന്ന് കത്തിച്ചു നോക്കിയാ പോരെ? അത് പറ്റൂല, അത് പിന്നെ ബഹുമാനക്കുറവാണ്. അപ്പൊ സംശയമായല്ലോ, സംശയിക്കാൻ പാടില്ലല്ലോ.
അവന്മാര് തന്നെ സംശയിക്കണ്ട, കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ ഈ തരത്തിൽ അന്ധവിശ്വാസ കച്ചവടം ചെയ്യുന്നയാള് മുഹമ്മദ് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന മുടി സംസം വെള്ളമാണെന്ന് പറയുന്ന ആ തോട്ടിൽ നിന്ന് മുക്കിയെടുത്ത വെള്ളത്തിൽ ഈ മുടിയും മുക്കി അതിനു പുറമെ പൊടിയും കലക്കി വിതരണം ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. മുടിക്ക് പുറമെ അള്ളാന്റെ റസൂലിന്റെ മുടി മുക്കണ വെള്ളത്തിൽ ബർക്കത്ത് പിന്നെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഖബറിന്റെ മുകളിൽ പറന്നു വീഴുന്ന പൊടി വടിച്ചെടുത്തും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയേ കുടിക്കുള്ളൂ. വിശ്വാസികളുടെ സാമാന്യ ബോധത്തിന്റെ നിലവാരം ആലോചിച്ച് നോക്കുക. അള്ളാന്റെ റസൂലിന്റെ മുടിയാണെങ്കിൽ ആ മുടി മുക്കിയ വെള്ളത്തിൽ പിന്നെ ഈ പറന്നു നടക്കുന്ന പൊടിയും കൂടി ആവശ്യമുണ്ടാവും. ചങ്ങായിമാരെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? അതൊന്നും ചിന്തിക്കാനുള്ള അവസ്ഥ ഈ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോയാൽ ഇല്ലാതെയായി പോകും എന്നുള്ളതാണ്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. ആ മുടി മുക്കിയ വെള്ളത്തിന് പുറമെ അതിന് പിന്നെ ഈ ഖബറിന്റെ മുകളിൽ വീഴുന്ന പൊടിയും കൂടിയും കലക്കുമ്പോൾ അതിന് അഡീഷണൽ ബർക്കത്തുണ്ടാകും എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെ ലോജിക്ക് വെച്ച് തന്നെ മണ്ടത്തരല്ലേ? അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. അപ്പൊ ഇതൊന്നും ചിന്തിക്കാൻ കെൽപ്പില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെയാണ് ഇദ്ദേഹം മർക്കസും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളിലും അടവച്ച് വിരിയിച്ച് വെള്ളവസ്ത്രം ധരിച്ച് പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ളതാണ്. അത് വിനീതനായ എനിക്ക് തന്നു, നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ്. പഴഞ്ചനെന്നല്ല, നല്ല ഇരുത്തം വന്ന മതക്കച്ചവടക്കാരനാണ്. അന്ധവിശ്വാസം എങ്ങനെയാണ് വിറ്റ് കാശാക്കേണ്ടത് എന്ന് പഠിച്ച മനുഷ്യനാണ് എ പി അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ